in figure QA and PB. QA and PB are perpendicular to AB. Perpendicular to AB. OA equal to 10. OB equal to 6. PB equal to 9. A part. Name two triangles having equal angles. Name two triangles having equal angles. And write the relation between the sides. Write the relation between their sides. C part, find a figure Okay, start ചെയ്യാം. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടല്ലോ ഇല്ലേ? ചോയ്സ് ഒക്കെ ഉണ്ടല്ലോ. മീൻസ് ഇത്രയാണ് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ? നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ അതേ എഴുതിയിട്ടുണ്ട്, മറ്റുള്ള ചാപ്റ്ററൊക്കെ എഴുതണം കേട്ടോ. നിങ്ങൾ ചെയ്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം ചോദിക്കുന്നുണ്ടോ? Start ചെയ്യാം. വീണില്ല. ഓക്കെ, മോനെ ഇവിടെ പേരുകളൊക്കെ ഏതാന്ന് തോന്നി? എ കേട്ടോ, എ ബി എ ബി എ ബി എ ക്യൂ ഓ. ശ്രദ്ധിക്കേ, ഇവിടെ ഈ സിമിലർ ട്രയാങ്കിൾസ് അതത്ര രസമുള്ള ശാസ്ത്രമല്ല, ആർക്കും അത്ര ഈസി അല്ല, രസമൊന്നുമില്ല കേട്ടോ. ഇതൊന്നും പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങോട്ട് പോകുമ്പോൾ വലിയ ഉപയോഗമില്ല. 10ാം ക്ലാസ്സിൽ എവിടെയെങ്കിലൊക്കെ ഇടയ്ക്ക് വരാതൊരു കാര്യമാണ് കേട്ടോ. ഇതൊന്നും ഒരു വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട ഈ ശാസ്ത്രമൊന്നും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ ഫിഗർ OA, QA and PB എന്താണ്? QA and PB are perpendicular എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഓക്കെ, രണ്ട് ലൈനിലോട്ട് ഇവിടുന്ന് ഒരു ലൈനും ഇങ്ങനെ ഒന്ന് കൂട്ടിമുട്ടി, ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കൂട്ടിമുട്ടുന്ന ചരിഞ്ഞല്ല, നല്ല പെർപെൻഡിക്കുലർ ആയിട്ട് ഒന്ന് കൂട്ടിമുട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് OA തന്നിട്ടുണ്ട്, OB തന്നിട്ടുണ്ട്, PB തന്നിട്ടുണ്ട്. നെയിം ട്രയാങ്കിൾസ് ഹാവിംഗ് ഈക്വൽ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ
ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ഈക്വൽ ആംഗിൾസുകളെ കണ്ടുപിടിക്കാൻ. ഈക്വൽ ആംഗിൾസുകളെ കണ്ടുപിടിക്കാൻ. ഈക്വൽ ആംഗിൾസ് തന്നെ ഫസ്റ്റ് ട്രയാങ്കിൾ ഇപ്പോ OAB നോക്കിയേ. OAB അല്ല OAQ. എല്ലാവരും കണ്ടോ? OAQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടോ? OAQ. അടുത്ത എത്രയുണ്ട്? OBP. OABP. ഈ രണ്ട് ട്രയാങ്കിൾസുകളെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ ആംഗിൾസുകൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. Name the triangles having equal angles. Equal angles ആവുന്ന ട്രയാങ്കിൾസുകൾ എഴുതി. ഇതിന്റെ ഏതൊക്കെ ഈക്വൽ ആംഗിൾസ് ആവുന്ന ആരൊക്കെയാണ്? ആംഗിൾ A ഈക്വൽ ടു ആരെന്ന് എഴുതാം? ആംഗിൾ B. രണ്ട് എത്ര വെച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഡിഗ്രി ആവുന്നു? 90 ഡിഗ്രി ആവുന്നതാണ്. അപ്പൊ ഇത് ഈക്വൽ. നെക്സ്റ്റ് ഈ രണ്ട് ആംഗിൾസുകൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയാം. രണ്ട് ലൈൻസുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടുമുട്ടിയാൽ ഇവിടവും ഇവിടെ തമ്മിൽ ഈക്വൽ, ഇവിടവും ഇവിടെ തമ്മിൽ എന്താണ്? ഈക്വൽ കേട്ടോ. ഇങ്ങനെ രണ്ട് കൂട്ടുമുട്ടുമ്പോൾ ഈ ഇപ്പുറം തമ്മിൽ ഈക്വൽ, ഇവിടെ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കലി. ആംഗിൾ AOQ ഈക്വൽ ടു ആംഗിൾ BOP. ഈ രണ്ട് ആംഗിൾസുകൾ തമ്മിൽ എന്താണ്? ഈക്വൽ. ഓക്കെ, ഈ രണ്ട് ആംഗിൾസുകൾ തമ്മിൽ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൂന്നാമത്തെ ആംഗിൾ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. ഈ മൂന്നാമത്തെ ആംഗിൾ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ OQA ഈക്വൽ ടു ആംഗിൾ OBB. അപ്പൊ മൂന്ന് സെറ്റ് ആംഗിൾസ് തുല്യമായല്ലോ. രണ്ട് സെറ്റ് ആംഗിൾസ് ഈക്വൽ ആയാൽ മതി ട്രയാങ്കിൾസുകൾ സിമിലർ ആവാൻ. ട്രയാങ്കിൾസുകൾ സിമിലർ ആവാൻ രണ്ട് ട്രയാങ്കിൾസിലെ മൂന്ന് ആംഗിളുകൾ ഈക്വൽ ആവുന്നത് എത്ര ഈക്വൽ ആയാൽ മതി? രണ്ട് സെറ്റ് ആംഗിൾസ് ഈക്വൽ ആയി. കാരണം മൂന്നാമത്തെ ആംഗിൾ തമ്മിൽ ഈക്വൽ ആയിക്കോളൂ കേട്ടോ. ഇവിടെ ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആയി? ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയി, ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയി. അതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, therefore triangles എന്തായി? therefore triangles are എന്താണ്? similar. ഏതൊക്കെ ട്രയാങ്കിൾ എഴുതുന്നെങ്കിൽ ട്രയാങ്കിൾ OAB similar, ട്രയാങ്കിൾ OBB കേട്ടോ. OAQ OBB ഈ രണ്ട് ട്രയാങ്കിൾസുകൾ എന്തായി? സിമിലർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സൈഡ്സ്. സൈഡ്സുകളുടെ റിലേഷൻ എഴുതണം. സൈഡ്സ് റിലേഷൻ എഴുതുന്ന എല്ലാവരും കണ്ടോണേ. ഇതൊക്കെ എഴുതുന്ന ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കിയോ ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വലാണല്ലോ. ഈ ട്രയാംഗിളിലെ ഈ ആംഗിളും ഈ ട്രയാംഗിളിലെ ഈ ആംഗിളും തമ്മിൽ എന്താണ്? ഈക്വൽ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളെ പറഞ്ഞേ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞേ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? AQ. ആരാ? AQ. ഈ ആംഗിളിന് തുല്യമായിട്ടുള്ള ആംഗിൾ ഏതാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? B. അപ്പോൾ AQ ബൈ ആരെന്നാ വരുന്നത്? BP. ഇതാണ് അടുത്ത റിലേഷൻ എന്ന റേഷ്യോ കേട്ടോ. അടുത്ത ഈക്വൽ ആംഗിൾസ് മോനെ ഇതും തമ്മിൽ ഈക്വൽ ആണല്ലോ. ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ട്രയാംഗിളിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് OQ കണ്ടോ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കണ്ടോ? ആരാ? OQ ബൈ. അതേപോലെ ഇവിടെ 90 ആയിരിക്കുന്ന ഇതാ. ഇതിന് ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞേ OQ ബൈ OP. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു റേഷ്യോ കൂടി എടുക്കാം. ഏതാന്ന് പറയാമോ? ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ അല്ലയോ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ആരാ? OA. ഓക്കെ, ഇവിടെ ഈ ആംഗിൾ ഓപ്പോസിറ്റ് ഏതാ? ഈ ആംഗിൾ ഓപ്പോസിറ്റ് ഏതാ? ഇങ്ങനെയാണ് റേഷ്യോസുകൾ എടുക്കുന്നത്.
ഈക്വൽ ആംഗിൾസുകൾക്ക് ഓപ്പോസിറ്റ് ആവുന്ന സൈഡുകളെ വേണം ബൈ എടുക്കാൻ. ഇങ്ങനെയാണ് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആവുന്ന സൈഡുകളെ വേണം എന്തെടുക്കാൻ ബൈ എടുക്കാൻ. ഓക്കെ, ഇനി അവർ തന്നേക്കുന്നതൊക്കെ ഇവിടെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. ഇവിടെ നിന്ന് കൊടുത്തേ OA. എയ്ക്ക് അറിയുന്നില്ല, നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? എയ്ക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എയ്ക്ക് അറിയത്തില്ല. BP അറിയാമോ? BP അറിയാം. BB ഇതാ മോനെ 9. OQ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. OQ തന്നിട്ടില്ല. OP തന്നിട്ടില്ല. OA തന്നിട്ടുണ്ടോ നോക്കിക്കേ. OA തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? 10. OB തന്നിട്ടുണ്ടോ നോക്കിക്കേ. ഓക്കെ, അവർ നമുക്ക് അറിയാവുന്നിടത്തൊക്കെ വാല്യൂസ് കൊടുക്കും. ഇവിടെ പൂർണ്ണമായിട്ടും താഴെയോ മണ്ടയ്ക്കോ ഇല്ലാത്ത മോനെ ഇവനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ബാക്കി അതുകൊണ്ട് ഈക്വേറ്റ് ചെയ്യണം. ഏതൊക്കെയാ മോനെ? AQ by 9 ഈക്വൽ എത്ര മോനെ? 10/6. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രാക്ഷൻ ഇല്ലാതാക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ 6 into AQ equal to 9 into അവിടുന്ന് AQ വേണമെങ്കിൽ 9 into 10 നെ ആരോട് ഡിവൈഡ് ചെയ്യണം മോനെ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 കൊണ്ട് 10 90 ആണ്. 90 ബൈ എത്ര മോനെ? 6. ആൻസർ വരുന്നത് 15. അപ്പൊ നമുക്ക് ആരെ കിട്ടിയത്? ഇതാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ, അതിനുള്ളിൽ ഒരു ലൈൻ, ഒരു ട്രയാങ്കിളും അതിനുള്ളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ABC എന്ന് പറഞ്ഞൊരു വലിയ ട്രയാങ്കിളിനുള്ളിൽ കൂടി ഒരു ലൈൻ വരച്ചിരിക്കുന്നുണ്ട്. ഏത് ലൈനാണ്? ED. അതെങ്ങനെയാ പറയുന്നത്? അപ്പൊ ഓർത്തോണം, ഒരു ട്രയാങ്കിൾ വന്നിട്ട് ഇങ്ങനൊരു പാരലൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട വിലയുടെ പഠിക്കണം. അത്ര എനിക്ക് പറയാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അകത്തൂടെ ചുമ്മാ വരയ്ക്കത്തില്ല, പാരലൽ കേട്ടോ. ഈ സൈഡിൽ എങ്ങനെയാ പാരലൽ? ആ പേരാണ് ഈ പ്രോബ്ലത്തിന്റെ ഗതി. അതാണ് അവരുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പാരലൽ വന്നാൽ നമുക്കൊരു റേഷ്യോ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, AD എത്ര തന്നേക്കുന്നു? X കേട്ടോ. അത് മാറ്റിയാൽ BD എത്ര? X minus 2. AE എത്രയാണ്? X plus 2. CT എത്ര മോനെ? X minus 2. ഇങ്ങനെ വന്നാൽ നമുക്ക് ഒരു റേഷ്യോ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുന്ന റേഷ്യോ ഇങ്ങനെ പാരലൽ വന്നാൽ ഈ സൈഡ് തമ്മിലല്ലേ പാരലൽ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങുന്ന നമുക്കൊരു റേഷ്യോ എഴുതാൻ പറ്റും. ഇവിടുന്ന് കേട്ടോ. ഈ സൈഡും തമ്മിൽ എത്താമെന്നാ പറഞ്ഞേക്കുന്നത്. പാരലൽ ആണെങ്കിൽ ഇവിടെ നിന്നും നമുക്കൊരു റേഷ്യോ എഴുതാൻ പറ്റും. രണ്ടാമത് എഴുതാൻ പറ്റും. ഞാൻ ഒന്നാമത്തെ എഴുതാൻ പോണേ. നോക്കിയിരിക്കണം. AE by EC. കണ്ടോ എല്ലാവരും? AE by EC equal to EC. അങ്ങനെയാണെങ്കിൽ ഇവിടെ AD by DB. ഓക്കെ, അതേപോലെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഒരു റേഷ്യോ കൂടെ ഉണ്ട്. AE by full AC. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ AE by EC ആണ്. AD by DB ആണ്. അതിന് വരെ AE by പിന്നെ എഴുതുന്ന AC. അപ്പൊ ഇവിടെ എങ്ങനെ ആയിരിക്കും? AD by AB, AD by ഇങ്ങനെ രണ്ട് റേഷ്യോസുകൾ നമുക്ക് എഴുതാൻ പറ്റും. ആദ്യത്തേത് ഇതേ ബൈ ഭാഗ്യം. ഇവിടെ ഇതേ ബൈ ഭാഗ്യം. ഇവിടെ അങ്ങനെയല്ല, ഇതേ ബൈ ഫുള്ള. അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടെണ്ണമുണ്ട്. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ ഇതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഓക്കെ, AD എന്താണെന്നറിയാം, AD എന്താണെന്നറിയാം. അപ്പൊ ഈയുടെ സ്ഥാനത്ത് ഞാൻ ആരെ കൊടുത്തോ? X plus EC എന്താണെന്നറിയാം. EC X minus 1. AD എത്ര? X. DB എത്ര? X minus 2. ഇതാണ് നമുക്ക് തന്നേക്കുന്ന സംഭവം. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് വരുന്നത് x plus 2 into x minus 2 ഇത് ഇങ്ങോട്ട് പോകും ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ ആരുണ്ട് x ഈ x minus 1 എത്തുമ്പോൾ x into ആരെന്നാവും x minus 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം x plus 2 into x minus 2 മോനെ x plus 2 into x minus 2 അത് എവിടെയോ കേട്ടുള്ളതാണോ ഇപ്പൊ കേട്ടതല്ല ഞാൻ പറഞ്ഞു കേട്ടതല്ല ആ a plus b into x plus 2 x minus 2 a plus b a minus b a square minus b square x square minus 2 square അങ്ങനെയാണ് എന്താണ് x square minus ആരാ 2 square right side x into x ആരാ x square x into minus 1 minus x that is that one e plus x square അപ്പുറത്തോട്ട് x സ്ക്വയറുകൾ എന്താക്കി കളയാം വെട്ടി കളയാം ഈക്വൽ ഇവിടെ ഈക്വൽ നിൽക്കുക ഇവിടെ x സ്ക്വയർ ഈക്വൽ ഇപ്പുറത്ത് x സ്ക്വയർ വെളിയിലാണ് ഒരേ ടൈം ഒരേ സൈൻ ക്യാൻസൽ ആക്കാം ഈക്വൽ സൈനിന്റെ അപ്പുറത്ത് ഇപ്പുറത്തോട്ട് ഒരേ ടൈം ഒരേ സൈൻ എന്താക്കി കളയാം ക്യാൻസൽ ബാക്കി ആയിരിക്കുന്നവനെ മൈനസ് 2 സ്ക്വയർ ഈസ് 4 മൈനസ് x രണ്ട് മൈനസ് പോയി കഴിഞ്ഞാൽ 4 ഈക്വൽ എത്ര കിട്ടുമോനെ x അല്ല 4 is equal to x. Okay. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി നമുക്ക് ഈ ഇവിടെ വാല്യൂ അപ്പോൾ ഈ x ന്റെ വാല്യൂസ് കൊടുത്ത് പറഞ്ഞാൽ മതി ഇവിടെ 4 plus 2 എത്ര കിട്ടും എന്താവും 6. 4 minus 1 3. ഇത് 4 ഇതോ 2. Okay. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം അങ്ങനെ ഇവിടെ നമുക്ക് ഫുള്ളിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇതേ ബൈ ഫുള്ള് ഇതേ ബൈ ഫുള്ള് ഈക്വൽ ടു ഇത് ഇവിടെ എടുക്കാം ഈക്വൽ ടു DE ബൈ ആരെന്ന് എടുക്കാം മോനെ BC അങ്ങനെ കൊണ്ടുണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ റേഷ്യോ എത്ര ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ ഇനി നമ്മൾ തന്നേക്കാം മോനെ BC എത്ര ആണെന്ന് എത്ര 18 അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെങ്കിൽ 18 ആണെങ്കിൽ ഈ വില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അതിന് നമുക്ക് രണ്ട് വഴിയുണ്ട് അതിന് വേണ്ടെങ്കിൽ മതി നോക്കാം നോക്കിയവനെ ഇപ്പൊ മൂന്നെണ്ണം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഏതാ ഇതേ ബൈ ഇത് ഇതേ ബൈ ഇത് ഇതേ ബൈ ഇത് അങ്ങനെ മൂന്ന് റേഷ്യോ കിട്ടി ഇനി നമുക്ക് ഇതിന്റെ നമുക്ക് വേണ്ടത് ഇതന്നെ ആരാ പറയാൻ വേണ്ടത് DE ആണ് വേണ്ടത് അപ്പൊ DE BC എത്രയാണെന്ന് അറിയാമോനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ BC എത്രയുണ്ട് 18 അങ്ങനെയാണെങ്കിൽ ആരാ വേണ്ടത് അല്ല D ഞാൻ ഇതൊന്ന് ഇത് ഡിക്ലെയർ ചെയ്യണേ AE by AC equal to DE by ആരാ BC AE എത്രയാണെന്ന് പറയാമോ AE എത്രയാണെന്ന് പറയാമോ 6 by AC എത്രയാണെന്ന് പറയാമോ 9 6 plus 3 9 equal to DE എത്രയാണെന്ന് അറിയത്തില്ല അതാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ DE അതേപോലെ എഴുതി BC എത്രയാണെന്ന് തന്നിരിക്കുന്നത് BC ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 18 into 6 equal to 9 into ആരാമോനെ DE അവിടുന്ന് നോക്കിയേ നമുക്ക് വേണ്ടത് ആരാമോനെ DE വേണമെങ്കിൽ 9 ഇങ്ങോട്ട് വേണ്ടത് 18 into 6 by എത്ര 9 അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാമായിരുന്നു വേണ്ട ഇവിടെ വെച്ച് നമുക്ക് DE വേണമെങ്കിൽ ഇവൻ ഇങ്ങോട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെയോ ഇവിടെ ആര് മാത്രമായിക്കോളും D അങ്ങനെ ചെയ്യാം കേട്ടോ 6 into 18 by 9 equal to ആരെന്നായിക്കോളും DE കേട്ടോ D നമുക്ക് വേണ്ടത് D ആണ് അങ്ങോട്ട് പോയാൽ 6 ന്റെ കൂടെ കേട്ടോ ഈ 9 കൊണ്ട് 18 നെ കട്ട് ചെയ്ത് എത്ര 2 into 6 എത്രയാണ് 12 is equal ആണ് D ഇതാണ് കേട്ടോ ഇതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ B നമ്മൾ ഇന്നലെ റൈറ്റ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ p of x equal to ax plus b എടുത്തുകൊണ്ട് ചെയ്യും അത് p of x equal ആണെന്ന് അവർ തന്നിട്ടുണ്ട് ax plus b അപ്പോൾ എത്ര പേരെ ഇതുപോലെ തന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു രണ്ട് പേര് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ മൂന്ന് പേരെ തരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു p of 0 യും ഒക്കെ തന്നില്ല ഓക്കേ ഇത് ചെയ്തതിന് ശേഷം ഒന്ന് p of 1 equal to 3 ഇത് ശ്രദ്ധിച്ചിരിക്കണം p of 1 equal to 3 എന്ന് പറഞ്ഞാൽ x കാണുന്നിടത്ത് നോക്കുമ്പോൾ നോക്കി എഴുതാൻ വെക്കണം ഓക്കേ
P of 1 equal 3 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പർ ശ്രദ്ധിക്കണം ആരാ ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ് x അല്ല x ഈ x ഉണ്ടാവും ഈ x ന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം 1 അപ്പോൾ എങ്ങനെ ax എന്നുള്ളത് എത്ര വരും a * 1 + b equal ആണ് 3 a യുടെ ക്രമനെ അപ്പോൾ a + b equal 3 അവര് ചോദിച്ചാൽ ആരെ കിട്ടി what is the value of a + b a + b is ആരാ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ക്വസ്റ്റ്യൻ ചുമ്മാ ഒന്നുമില്ല അടുത്തത് രണ്ടാമത്തെ പാർട്ട് എന്താണ് p of q equal 5 p of q എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അർത്ഥം p of q എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം x കൊടുത്തെല്ലാം 2 കൊടുക്കണം അതാ അപ്പോൾ എങ്ങനെ വരും a * 2 plus b equal 5 അപ്പോൾ എന്ത് കിട്ടി 2a + b equal 5 അത് ചോദിച്ചത് 2a + b യുടെ വാല്യൂ കിട്ടി എത്ര കിട്ടി 5 ഉണ്ടോ എളുപ്പമല്ലായിരുന്നോ നമുക്ക് ഇതൊന്ന് കണ്ടേ p of x എന്നിട്ട് p of 1 എന്നൊക്കെ ചോദിച്ചാൽ x ന്റെ പ്ലേസിൽ ആരെന്ന് കൊടുക്കണമെന്നാ 1 എന്നും 2 എന്നും കൊടുത്ത് 1 കൊടുക്കുമ്പോൾ 3 ഡിഗ്രി ചെയ്യണം 2 കൊടുത്താൽ 5 ഡിഗ്രി ചെയ്യണം ഓക്കേ ഇപ്പോ രണ്ട് ഇക്വേഷൻ ഇനി മൂന്നാമത് എന്താണ് ഈ രണ്ട് ഇക്വേഷൻസ് അടുപ്പിച്ച് എഴുതാൻ പോവാ സോൾവ് ചെയ്യാൻ ആദ്യം ഇത് എഴുതണേ അതായിരിക്കും നല്ലത് 2a + b = 5 ഈ വലിയ കോഎഫിഷ്യൻസുകൾ ഉള്ളത് ഫസ്റ്റ് എഴുതണം ഇവിടെ വെറും a വെറും b ഇവിടെ 2a ഉണ്ട് അപ്പോൾ അത് എഴുതണം ആദ്യം കേട്ടോ രണ്ടാമത് a + b = 3 മൈനസ് ചെയ്താൽ b b നമ്മൾ എന്തായി പോകും മോനെ വെട്ടി പോകും +b + b - a + 0b ആയിക്കോളും ഒരു b നിന്നും ഒരു b കുറയുമ്പോൾ 0 കേട്ടോ a എത്ര വരും എന്ന് പറയാമോ a 2a - a 1a = 2 ശരിയാണ് a = 3 ഇനി ഏതെങ്കിലും ഇക്വേഷൻ എഴുതാം a + b = 3 അവിടെ a ന് കൊടുക്കുമ്പോൾ 2 + b = 3 b = 3 - 2 ആൻസർ ആരാ അങ്ങനെ a കിട്ടി b therefore നമ്മുടെ പോളിനോമിയൽ എഴുതാം p of x = ax + b അവിടെ a ക്ക് 2 കൊടുക്കുമ്പോൾ 2x + b ക്ക് 1 കൊടുക്കുമ്പോൾ 1 ആൻസർ അപ്പോൾ 3 കിട്ടി 2x + ഇതാണ് നമ്മൾ ചോദിച്ചിരുന്ന ആരായിരുന്നു ചോദിച്ചിരുന്നത് പോളിനോമിയൽ ഓക്കേ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേ ഇതൊരു സിലിണ്ടറിക്കൽ ടാങ്ക് ആണ് ഇതിനുള്ളിൽ ജനമനെ ഒരു റോഡ് വെച്ചേക്കുന്നതാണ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പി ഏറ്റവും നീളം കൂടിയ ഒരു കമ്പി ഇതിന്റെ ഒരെണ്ണം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വെക്കത്തുള്ളൂ ഇങ്ങനെ വെച്ചാൽ നീളം കുറവാണ് പക്ഷെ ഇങ്ങനെ വെച്ചാൽ നീളം എന്തായിരിക്കും കൂടുതൽ അതിന്റെ വെക്കാൻ ഏറ്റവും നീളം കൂടിയ ഒരു കമ്പിയാണ് വെച്ചേക്കുന്നത് അതിന് എത്ര സെന്റിമീറ്റർ നീളമാണ് 10 മീറ്റർ 10 സെന്റിമീറ്റർ 10 മീറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ 10 മീറ്റർ ആക്കി വിലയാണ് 10 മീറ്റർ കേട്ടോ ഈ ഇതിന്റെ റേഡിയസ് എത്ര മീറ്റർ എത്ര 3 മീറ്റർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അവനെ ഹൈറ്റ് ഇതിന്റെ ഹൈറ്റിനെ കണ്ടുപിടിക്കണം ഹൈറ്റിന്റെ എന്തെയോ അതെങ്ങനെ കിട്ടുമെന്ന് നോക്കണേ എല്ലാവരും ശ്രദ്ധിച്ചോ ഇത് 3 ഞാൻ ഫുൾ വരയ്ക്കാൻ പോവാം അവനെ ഇങ്ങോട്ട് ഇത്രയും വരയ്ക്കുമ്പോൾ ഇത് 3 എന്തെയോ ഇത് 3 ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്ര അവനെ 3 അപ്പോൾ ടോട്ടൽ നീളം എത്ര കിട്ടും ഇത്ര നീളം എത്ര കിട്ടും 6 ഇത് എത്ര കിട്ടി 10 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയില്ലേ പടം ഇത് 10 ഇത് ടോട്ടൽ ഇത്ര എത്ര അവനെ 6 അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലയോ ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് പൈതഗോറസ് അല്ല പൈതഗോറസ് തിയറമായിട്ട് റിലേറ്റഡ് ചെയ്യോ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ h എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ചെയ്യോ h is equal to root of hypotenuse square minus base square കണ്ടോ that is equal to root of പറഞ്ഞോ next step 10 square minus 6 square that is 110 minus 36 that is root of answer ആരംഭിട്ടി അപ്പോൾ നമുക്ക് 80 ഹൈറ്റ് കേട്ടോ രണ്ടാമത്തെ ആരെ കണ്ടുപിടിക്കേണ്ടത് CSA എന്താണ് നമ്മുടെ CSA യുടെ ഫോർമുല
2 pi r x അല്ല 2 pi r x പറഞ്ഞ പോലെ 2 pi r ചേർത്ത് പറഞ്ഞ മൈനസ് എന്ന് പറഞ്ഞേ 2 into pi into r 3 into 8 height എത്ര 8 എല്ലാം കൂടെ ചെയ്യണം മോനെ ഇനി 45 സെന്റിമീറ്റർ 2 into 3 6 into 8 48 നെക്സ്റ്റ് ആരംഭം അടുത്ത വേണ്ടത് വോളിയം വോളിയത്തിന്റെ ഫോർമുല പറഞ്ഞാട്ട് വോളിയത്തിന്റെ ഫോർമുല പറഞ്ഞേ വോളിയം ഓഫ് സിലിണ്ടർ pi r square x pi r square into x okay pi r square into x that is pi into r permane 3 r square 3 square into x answer 3 square is 9 meter 72 pi centimeter cube centimeter ഇത്രയാണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യനായിരുന്നു പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു മനസ്സിലാക്കണം ഇത് എഴുതാൻ ഇത്രയുണ്ടായിരുന്നു ഇത്രയും അവ ഇത്രയും 3 ആണ് അവർ നോക്കിയ ഇത്രയും നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ പോലെ തോന്നും മനസ്സിലായല്ലോ റൈറ്റ് ട്രയാങ്കിൾ ബേസും ഉണ്ട് ഹൈപ്പോട്ടനസ് ഉണ്ട് വോൾട്ടിറ്റ്യൂഡ് ഇല്ല വോൾട്ടിറ്റ്യൂഡ് ആണ് ഡയറക്റ്റ് h നെ നമുക്ക് 5.3t 8t നെക്സ്റ്റ് നമുക്ക് CSI കണ്ടുപിടിക്കാം വോളിയം കണ്ടുപിടിക്കാം ഓക്കേ ആണല്ലോ നല്ല ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചിരിക്കണം if a of x a എന്ന് പറയുമ്പോൾ ഓർക്കണം ഏരിയയ്ക്ക് വേണ്ടിയാണ് a വോളിയം ആണെങ്കിൽ b ഇവിടെ ഏരിയ ആണ് representing the polynomial represents the area of rectangle rectangle area ആണ് a of x representing the sides are again 2x plus 1 and x minus 1 എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിൾ നിങ്ങൾ ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു അതിന്റെ നീളം 2x plus 1 വീതി x minus 1 ഇതാണ് വരുന്നത് കേട്ടോ നീളവും വീതി അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആരെ എഴുതണം ആരെ എഴുതണം a of x എഴുതണം എങ്ങനെയാണ് നമ്മൾ a of x നെ പറഞ്ഞേ a of x നെ എങ്ങനെ എഴുതുന്നത് നീളം ഗുണം വീതി ഇതാണ് നമ്മുടെ x ഇതാണ് നമ്മുടെ അപ്പം ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ ഫോർമുല എന്തായിരുന്നു L into B വോളിയം ഓഫ് ബോക്സ് എന്ന ഫോർമുല വോളിയം ഓഫ് ബോക്സ് റെക്ടാംഗുലർ ബോക്സ് L into B into x എല്ലാത്തിന്റെയും ഫോർമുല പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഓക്കേ L into B പറഞ്ഞാൽ മതി അപ്പോൾ L into B എന്ന് പറഞ്ഞാൽ 2x plus 1 into ആരെന്നാമനെ x minus 1 ഓക്കേ 2x plus 1 into x minus 1 എല്ലാവരും എന്ന് പറഞ്ഞേ സ്റ്റെപ്പ് എനിക്ക് ഇതാണ് അറിയേണ്ടത് അടുത്ത സ്റ്റെപ്പ് 2x into x എന്താണ് ആൻസർ 2x square അടുത്തത് 2x into minus 1 minus 2x അടുത്തത് 1 into x plus x അടുത്തത് 1 into minus 1 minus കേട്ടോ ഓക്കേ ഇല്ലയോ നെക്സ്റ്റ് ഇവരുടെ ടൈം അതേപോലെ എഴുതുക എക്സിന്റെ ടൈംസ് രണ്ടെണ്ണം ഉണ്ട് എത്ര എക്സ് വരും എന്ന് പറയാമോ 3x അടുത്ത പറ 3x 3x അല്ലേ എഴുതുന്നത് അങ്ങനെ 3x അല്ലേ നിങ്ങൾ പറഞ്ഞു 3x എത്ര കറക്റ്റ് ആണോ ഇത് മൈനസ് 2x ഇത് പ്ലസ് 1x ഡിഫറൻസ് ആയി അപ്പൊ എന്ത് ചെയ്യണം മൈനസ് ചെയ്തിട്ട് വലിയ നമ്പർ അപ്പൊ 2x ന്റെ റേഷ്യോ ആയ എക്സ്ട്രാ വലിയ നമ്പർ സൈൻ മൈനസ് ആയാ 2x സ്ക്വയർ മൈനസ് x മൈനസ് 1 അതാണ് നമ്മുടെ എന്ത് പോളിനോമിയൽ കണ്ടോ ഇതേ ഏതായാലും തെറ്റിച്ചിട്ടേക്കുവാ എക്സാം എഴുതുക ഇവിടെ തന്നെ ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ഓരോ പോക്കും പോകുന്നത് ഓരോ ക്വസ്റ്റിനെ പുറകെ നമ്മളുടെ ഇനി ആരാ കണ്ടുപിടിക്കേണ്ടത് വായിച്ചേ x equal to 2 what is the area of rectangle എന്ന് പറഞ്ഞാൽ ഈ x കാണുന്ന രണ്ടിടത്തും ആരെന്ന് കൊടുക്കണം 2 അപ്പോൾ എങ്ങനെ വരും മോനെ 2 into 2 square
-2 -1. For answer 8 -2. എത്രയാണ് ആൻസർ? 5. Correct. Correct. 8 -2 6. 6 - 1 5. ഇതാണ് കേട്ടോ. ഓക്കെ ചെയ്താട്ടെ. ഓക്കെ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് ആണ് AB. ABയുടെ ടോട്ടൽ നീളം എത്ര? 36 ആണ്. ഇവിടെ 4 സെമി സർക്കിൾസുകൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. 1 2 3 4 4 സെമി സർക്കിൾസുകൾ വരച്ചിട്ടുണ്ട്. അതിന്റെ റേഡിയസുകൾ എല്ലാം ക്രമേണ ഇതിന്റെ റേഡിയസ് R1, ഇതിന്റെ റേഡിയസ് R2, ഇതിന്റെ റേഡിയസ് R3, ഇതിന്റെ റേഡിയസ് R4. 4 സെമി സർക്കിൾസുകൾ. അങ്ങനെയാണെങ്കിൽ R1 R2 R3 R4 എത്രയാണെന്ന് പറയാം. What is R1 R2 R3 R4 എത്രയാണെന്ന് പറയാം. എത്രയായിരിക്കും എന്ന് പറയാമോ? 36. R1 R2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. R1 R2 R3 R4 equal 36 by 2. Answer is 18. കേട്ടോ? 18. 36 ഇല്ല. നോക്ക് മോനെ, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഇത്രയും പകുതി എന്തിയോ റേഡിയസ് വരത്തുള്ളൂ, അല്ല ഇത്രയും റേഡിയസ് ആണ്. അതുപോലെ ഇവിടെയും ഇത്രയൊക്കെ ഉള്ളൂ റേഡിയസ് വരത്തുള്ളൂ, ഇവിടെ ഇത്രയൊക്കെ റേഡിയസ് വരത്തുള്ളൂ, ഇവിടെ ഇത്രയൊക്കെ റേഡിയസ് വരത്തുള്ളൂ. അപ്പൊ എല്ലാവരുടെയും നീളങ്ങളുടെ പകുതി റേഡിയസ് വരുന്നുള്ളൂ. അപ്പൊ ടോട്ടലിന്റെയും പകുതിയെ എന്ത് വരുള്ളൂ? റേഡിയസ്. അപ്പൊ ടോട്ടൽ 36 ആണെങ്കിൽ റേഡിയസുകളുടെ സമ്മെല്ലാം ചേർന്നാൽ എത്രയും R1 R2 R3 R4 എത്ര വരുന്നുള്ളൂ? 36ന്റെ പകുതി എത്ര? 18. ഓക്കെ. ഇനി അവർ പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ അരമനെ ആർക്ക്. ഈ ആർക്കുകളുടെ എല്ലാം നീളം കണ്ടോളേ. ഇത് 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 ഈ 4 ആർക്കുകളുടെ എന്ത് നീളം നമുക്ക് അറിയാം. ഒരു സർക്കിളിന്റെ ഫുൾ ഇത്രയും നീളം അല്ല ടോട്ടൽ നീളം ചുറ്റളവ് സർക്കംഫറൻസ് 2πr. 2πr ടോട്ടൽ 2πr ആണെങ്കിൽ മണ്ടയ്ക്ക് 1πr അല്ലേ വരത്തുള്ളൂ. ഇവിടെ എത്ര മനെ? ഈ നീളം πr, ഈ നീളം എത്ര മനെ? πr. അങ്ങനെ ടോട്ടൽ നീളം എത്ര ആവുന്നത്? 2πr. ഇതിപ്പോ മണ്ടയ്ക്ക് ഇത് എത്ര മനെ? πr. പക്ഷെ ഇവിടെ റേഡിയസ് ആരാ? r. അപ്പൊ πr. ഇതെത്ര വരും മനെ? πr. ഇതെത്ര വരും? πr. ഇതിന്റെ എത്ര വരും? πr. ഓക്കെ. അപ്പൊ നമ്മുടെ ലെങ്ത് ഓഫ് ദ ആർക്സ് ഈക്വൽ ടു πr1 πr2 πr3 πr4. അവിടെ 4 കോമൺ എടുക്കാം. πr കോമൺ എടുക്കാൻ പറ്റില്ലയോ? πr1 πr2 πr3 πr4 πr കോമൺ എടുത്തിട്ട് വരും ബ്രാക്കറ്റിൽ R1 R2 R3 R4. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതാൻ പറ്റും? 18. കേട്ടോ? അതിനൊക്കെ R1 R2 R3 R4 18. അപ്പൊ 5 18. ആൻസർ 18 5 സെന്റിമീറ്റർ.